ആന്ധ്രാപ്രദേശിലെ സിസേറിയൻ ശസ്ത്രക്രിയകളുടെ എണ്ണം വർദ്ധിച്ചുവരുന്നതിൽ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആശങ്ക പ്രകടിപ്പിച്ചു. ഡോക്ടർമാരുടെ അത്യാഗ്രഹമാണ് ഈ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ സിസേറിയൻ ശസ്ത്രക്രിയകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കയറിയിച്ച മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രംഗത്തെത്തി. 90% സിസേറിയൻ ശസ്ത്രക്രിയകളും സ്വകാര്യ ആശുപത്രികളിലാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ പ്രസവങ്ങളുടെയും 56.62% ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെയാണ് നടക്കുന്നത്. പണത്തിന് സിസേറിയൻ ശസ്ത്രക്രിയകളെ ഈ ഡോക്ടർമാർ പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രസവത്തിനായി ശുഭമുഹൂർത്തങ്ങൾക്കായി പോലും സിസേറിയൻ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാഭാവിക പ്രസവം പ്രായോഗികവും ആരോഗ്യകരവുമായ ഒരു ഓപ്ഷനായിരിക്കും. ഈ പ്രവണതയെ അപകടകരവും അനാവശ്യവുമായ ഒരു രീതിയാണെന്ന് ചന്ദ്രബാബു നായിഡു വിശേഷിപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സി സെക്ഷൻ നിരക്കുകളിൽ ഒന്നാണ് ആന്ധ്രാപ്രദേശ് എന്ന പുതിയ ഡാറ്റ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. മനുഷ്യ ശരീരം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കരുതെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. അത് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സംസ്ഥാനത്തിന്റെ ആരോഗ്യ പദ്ധതിയായ ഡോക്ടർ ഇന്ത്യ വൈദ്യസേവാ ട്രസ്റ്റിന്റെ ഒരു പ്രധാന ഭാഗം സി സെക്ഷൻ നടപടികൾക്കായി ചെലവഴിക്കുന്നുണ്ടെന്നും ഇത് പൊതുഫണ്ട് ചോർത്തുന്നുവെന്നും നായിഡു വെളിപ്പെടുത്തി. നായിഡു നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു. സർക്കാർ ഈ പ്രവണത അംഗീകരിക്കുന്നില്ലെന്ന് ഡോക്ടർമാരെ അറിയിക്കാൻ അദ്ദേഹം ആരോഗ്യമന്ത്രി സത്യകുമാർ യാദവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യശാസ്ത്രപരമായി നിർദ്ദേശിക്കുമ്പോൾ മാത്രമേ ശസ്ത്രക്രിയയിലൂടെ പ്രസവങ്ങൾ നടത്തുകയുള്ളൂ എന്ന് ഉറപ്പാക്കാനും സ്വാഭാവിക പ്രസവങ്ങൾക്ക് മുൻഗണന നൽകാനും സ്വകാര്യ ആശുപത്രികളുമായി സഹകരിക്കാൻ സർക്കാർ പദ്ധതി. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.